السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ചില ആളുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യർക്കും അവനും അവൻ്റെ കുടുംബത്തിനും നാട്ടിനുമൊക്കെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ്. മറ്റു ചില ആളുകൾ പ്രവർത്തിക്കുന്നത് നാടിനും കുടുംബത്തിനും അവനും തന്നെ ദോഷകരമായ ദുഷ്പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഉണ്ടായിരിക്കുമെന്നാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് ഭ്രാന്തന്മാർ എന്നാണ്. ഭ്രാന്തന്മാർ പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമില്ല, എന്തെങ്കിലും അലക്ഷ്യമായി ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള, വിവരമുള്ള, വിവേകമുള്ള മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഉണ്ടാവും. അപ്പം മനുഷ്യൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത് അതവൻ ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുകയും പിന്നെ അതിനു വേണ്ടി സംസാരിക്കുകയും പിന്നെ അവൻ്റെ അവയവങ്ങൾ കൊണ്ടത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിലൊരു പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളുടെ മർമ്മം മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന നിയ്യത്ത് അഥവാ ഉദ്ദേശം ആണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുകയും അതനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനങ്ങളുടെ എല്ലാം അന്തസത്തയായ നിയ്യത്ത് എന്നുള്ളതാണ്. അള്ളാഹു പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നത് അതിൻ്റെ മോടിയും അഴകും മാത്രം നോക്കിയിട്ടല്ല, മറിച്ച് അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ കൂടി നോക്കിയിട്ടാണ്. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്നാണ്. അപ്പോൾ മനുഷ്യപ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശവും ദൈവപ്രീതിയും പടച്ചവൻ പരലോകമോക്ഷവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അത് പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം, ലക്ഷ്യം നന്നായിരിക്കണം, നിയ്യത്ത് നന്നായിരിക്കണം എന്നാണ്. പരിശുദ്ധ ഇസ്ലാം
മനുഷ്യപ്രവർത്തനങ്ങളുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ തന്നെ പരലോകമോക്ഷവും അള്ളാഹുവിൻ്റെ പ്രീതിയും മാത്രമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സകലമാന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യവും നിയ്യത്തും എന്തായിരിക്കണം? പരലോകമോക്ഷവും അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും കിട്ടുക എന്നാണ്. സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ടത്, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കണം എന്നല്ലാതെ. എങ്ങനെയാണ് അള്ളാഹിനെ ആരാധിക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീൻ മതത്തെ അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കി ആത്മാർത്ഥമാക്കിയും കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹുനഫാ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കുകയും ചെയ്യണം നിങ്ങൾ. വയുഖീമുസ്സലാത്ത വയൂത്തുസ്സകാത്ത നിങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമസ്കാരം നിർവഹിച്ച് സക്കാത്ത് കൊടുത്ത് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിയ്യത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ മാർഗമാണ് വദാലിക ദീനുൽ ഖയ്യിമ, ഋജുവായ നേരായ ചൊവ്വായ മാർഗം. സൂറത്തു നിസായിലെ 125-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാക്ഷിക്കുകയും എന്നിട്ട് സുഹൃതവും സൽക്കർമ്മവും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായിട്ട് വേറെ ആരുണ്ട് എന്ന് സൂറത്ത് നിസായിൽ ചോദിക്കുന്നു. അപ്പോൾ ഈ ആയത്തുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അത് വളരെ പവിത്രമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടതായിരിക്കണം. അതിനാണ് നമ്മൾ അറബി ഭാഷയിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അറബിക് ലാംഗ്വേജിൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ അസ്മു വൽ ഇറാദ എന്നാണ്. മനുഷ്യ മനസ്സിലെ കരുത്തും ഉദ്ദേശവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ അതിന് അർത്ഥം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം നിർവഹിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് അല്ലേ. നിയ്യത്തിൻ്റെ ഉത്ഭവസ്ഥാനം മനുഷ്യൻ്റെ മനസ്സാണ്. നിയ്യത്തുണ്ടാകുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. മനുഷ്യൻ്റെ കണ്ണ് കാണുവാനുള്ളതാണ്, കാല് നടക്കുവാനുള്ളതാണ്, കൈ പിടിക്കുവാനുള്ളതാണ്. ഒരു കാര്യം ഉദ്ദേശിക്കുകയും ഒരു കാര്യം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. ഒരാൾ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശത്തിന് ചിലപ്പോൾ അതിന് വിരുദ്ധമായ ചില വാക്കുകൾ അയാൾ വായിൽ നിന്ന് അറിയാതെ വന്നു പോയാലും അവൻ്റെ ഉദ്ദേശമനുസരിച്ചായിരിക്കും അള്ളാഹു ഒരാളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ രക്ഷിക്കുക. പ്രസിദ്ധമായ മുത്തവാത്തിറായ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഏതൊരു പ്രവർത്തനവും അള്ളാഹു പരിഗണിക്കുന്നത് അവൻ്റെ മനസ്സിലെ കരുത്തും നിയ്യത്തും അനുസരിച്ചായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് മനസ്സിലുള്ള ഉദ്ദേശമാണ്. നാവ് കൊണ്ട് അത് ഉച്ചരിക്കണം എന്നില്ലാണ്. ഇസ്ലാമിലെ ഫർളായ കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത് നാവ് കൊണ്ട് ഞാൻ ഇങ്ങനെ നമസ്കരിക്കുന്നു എന്ന് പറയണമെന്നില്ല. ഏതുപോലെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നല്ലാതെ അത് പറയാറില്ല. 2 അമലുകൾ മാത്രമാണ് നാവ് കൊണ്ട് പറയണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും നിയ്യത്തുകൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ നാവ് കൊണ്ട് പറയുകയും വേണം. അതാ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, ഉംറക്കുള്ള വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു, ഹജ്ജിനുള്ള വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അവർ പറയണമെന്നാണ്. ഇപ്പം നിയ്യത്ത് 2 വിധത്തിലുണ്ട്. ഒന്ന് മഫ്റൂള, നിർബന്ധമായ നിയ്യത്ത്, അഥവാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ നിയ്യത്തില്ലെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. നമസ്കാരം, ഒളു, അതേമാതിരി സക്കാത്ത്, നോമ്പ് തുടങ്ങിയ കർമ്മങ്ങൾക്കൊക്കെ തന്നെ നിയ്യത്ത് അതിൽ ഒരു ഫർളായി നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത്തൊരു നിയ്യത്തുണ്ട്, അഥവാ മുസ്തഹബ, അനുവദനീയമായ നിയ്യത്ത്. എന്താണ് അനുവദനീയമായ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? അനുവദനീയമായ കാര്യങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചൊരു കാര്യം അത് നമ്മൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണ്. നമ്മുടെ നിത്യവുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിയ്യത്ത് നന്നാക്കി നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രതിഫലാർഹമായി തീരുന്നു. ഉദാഹരണമായി ഒരാൾ ഭക്ഷിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ
ഈ ഞാൻ ആഹാരം കഴിക്കുന്നത്, ഞാൻ ഭക്ഷിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള ഊർജം ലഭിക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടും പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷിക്കുന്നതും ആഹാരം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അവന് കൂലി ലഭിക്കുന്നൊരു പ്രവർത്തനമായി മാറും. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഹലാലായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പുറപ്പെടുന്നത്. വിദേശങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ആ നിയ്യത്തോടുകൂടി പോകുമ്പോൾ അതിന് കൂലി ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിയ്യത്തനുസരിച്ചാണ് ഓരോ പ്രവർത്തനങ്ങളുടെയും കൂലി നിശ്ചയിക്കുന്നത്. ഒരേ പ്രവർത്തനം രണ്ടാൾ ചെയ്യുമ്പോൾ ഒന്നിന് കൂലി ലഭിക്കുന്നു, ഒന്നിന് കൂലി ലഭിക്കുന്നില്ല. എന്തേ കാരണം? നിയ്യത്തിലെ വ്യത്യാസമാണ്. ഒരാൾ അല്പം വിശ്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വഴിയാത്രക്കാരനാൽ പള്ളിയിൽ കയറിയിരുന്നു, മൂത്രമൊഴിച്ചു, അവിടെ പള്ളിയിൽ കയറി കുറച്ച് ഇരുന്നു, അങ്ങനെ ഇരുന്നു, എന്നിട്ട് അവൻ പോന്നു. വേറൊരാൾ പള്ളിയിൽ അല്പസമയം ഇത്തിക്കാഫിരിക്കണം, 2 മണിക്കൂർ 1 മണിക്കൂർ ഇത്തിക്കാഫിരിക്കണം എന്ന് നീ ഒതുവെടുത്ത് പള്ളിയിൽ കയറിയിരുന്നു. അവന് ഖുർആൻ എടുത്ത് ഓതി. അങ്ങനെ അവൻ രണ്ടാളും പള്ളിയിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഒരാളുടെ പ്രവർത്തനത്തിന് കൂലിയുണ്ട്, ഒരാളുടേത് കൂലിയില്ല, നിയ്യത്ത് മാറിപ്പോയി. ഒരാൾ രാവിലെ ഓഫീസിൽ പോകാനൊക്കെ വൃത്തിയാവണമെന്നുള്ള നിലക്ക് ഒരാൾ കുളിക്കുന്നു രാവിലെ. മറ്റൊരാൾ കുളിക്കുന്നത് വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധമായി അവന് നമസ്കരിക്കണമെന്നുള്ള നിയ്യത്തോടു കൂടി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് പോകണമെന്നുള്ള മുസ്തഹബായ സുന്നത്തായ കുളി. ഇങ്ങനെയുള്ള കുളിക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ രണ്ടാളും കുളിക്കുകയാണ്. പക്ഷെ ഒരാളെ കുളിക്ക് പ്രതിഫലമുണ്ട്, മറ്റൊരാളുടെ കുളിക്ക് അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും ഇല്ല. അപ്പോൾ ഒരാളുടെ ഒരേ പ്രവർത്തനത്തിന് കൂലി ലഭിക്കുകയും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ മനസ്സിലുള്ള നിയ്യത്തനുസരിച്ചാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ നിയ്യത്ത് മാറുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് വരെ ശിക്ഷ ലഭിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. പരലോകത്ത് 3 ആളുകളെ കൊണ്ടുവരുന്ന സംഭവം നമുക്കറിയാം. ഒന്നൊരു രക്തസാക്ഷിയാണ്, മറ്റൊന്നൊരു പണ്ഡിതനാണ്, മറ്റൊന്ന് നന്നായി ഖുർആൻ ബൈഹാട്ട് പഠിച്ച ഹാഫിളായ ആളാണ്. 3ഉം നമ്മുടെ ദൃഷ്ടിയിൽ നല്ല പ്രവർത്തനങ്ങളാണ് അല്ലേ? രക്തസാക്ഷിയെ ആദ്യമായി വിചാരണ നടത്തുന്നുണ്ട്. നീ എന്ത് ചെയ്തു ഭൗതിക ലോകത്ത്? നിനക്ക് ആരോഗ്യവും ആയുസ്സുമൊക്കെ നൽകിയിട്ട് അവൻ പറയും, ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി രണാങ്കണത്തിൽ ഷഹീദായി മരണപ്പെട്ടവനാണ് എന്നവൻ പറയുന്നു. പക്ഷെ അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയുന്ന പടച്ചവൻ, മനസ്സിൻ്റെ വികാരങ്ങൾ അറിയുന്ന പടച്ചവൻ അവനോട് പറയുന്നു, ഖദബ്ത വലാകിന്നക ഖാതൽത ലിയൻ യുഖാല ജരി. നീ കള്ളത്തരമാണ് പറഞ്ഞത്, നീ യുദ്ധം ചെയ്തത് ജനങ്ങൾക്കിടയിൽ വലിയൊരു യോദ്ധാവാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ലഭിച്ചു കഴിഞ്ഞു, നിനക്കിവിടെ കൂലിയില്ല. അതേമാതിരി പണ്ഡിതനോട് ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാണ് നീ നിൻ്റെ അറിവുമൊക്കെ ഉപയോഗിച്ചത് എന്നവൻ പറയുമ്പോൾ, ഞാൻ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ അവൻ പറയുമ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, കദബ്ത വലാകിന്നക തഅല്ലംത ഇൽമ ലിയുഖാല ആലിം. ആളുകൾക്കിടയിൽ മഹാപണ്ഡിതനാണെന്ന് അറിയപ്പെടുകയും അവരുടെ ആദരവും പൊരുത്തവും ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നീ പാണ്ഡിത്യം നേടിയത്, പണ്ഡിതനായത്. അതുകൊണ്ട് നിനക്ക് കൂലിയില്ല എന്ന് പറയുന്നുണ്ട്. ഖുർആൻ ബൈഹാട്ടായി പഠിച്ച ഹാഫിളായ ഒരാൾ ഈണത്തിൽ ശ്രവണസുന്ദരമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ച ആൾക്കും ഇതേ ഗതി തന്നെയാണ് സംഭവിക്കുന്നത്. അവനോട് പറയുന്നുണ്ട്, ഞാൻ നന്നായി ഖുർആൻ പാരായണം ചെയ്ത് നിൻ്റെ ഗ്രന്ഥം ജനങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, കദബ്ത വലാകിന്നക ഖറഅത അൽ ഖുർആന ലിയുഖാല ഖാരി. നീ നല്ലൊരു ഖാരിയാണ്, നീ നല്ലൊരു ഓത്തുകാരനാണ് എന്ന് ജനങ്ങൾ പറയപ്പെടണം, പ്രശസ്തിയും പേരുമാണ് നീ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിനക്ക് കൂലിയില്ല എന്ന് പറഞ്ഞ് അവരുടെ കൂലി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാവുന്നുണ്ട്. എന്തേ കാരണം? നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിയ്യത്ത് മാറിപ്പോയി. അപ്പോൾ നിയ്യത്ത് മാറിയാൽ ഒരേ പ്രവർത്തനത്തിന് കൂലി ഇല്ലാതായി പോവുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്നാണ്. അപ്പം നല്ല ഉദ്ദേശങ്ങൾക്ക്, നല്ല നിയ്യത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. കർമ്മം ചെയ്തിട്ടില്ല എങ്കിലും പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാത്തി വസയ്യാത്ത്. അള്ളാഹു നന്മകളെയും തിന്മകളെയും രേഖപ്പെടുത്തി വെച്ചു. സുമ്മ ബയ്യന ദാലിക, പിന്നെ അള്ളാഹു അത് വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നന്മയാണ്. കാരണം എന്താണ്? നന്മ ചെയ്യാൻ മനസ്സിൻ്റെ നല്ല ഉദ്ദേശത്തിനാണ് ആ നന്മ. ഇനി ഒരാൾ ഒരു നന്മ ചെയ്താൽ അവന് 10 നന്മ ചെയ്ത കൂലിയാണ്. അത് ചിലപ്പോൾ 700 ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും ഒക്കെ ചിലപ്പോൾ ചില സന്ദർഭത്തിലനുസരിച്ച് കൂലികൾ വർദ്ധിക്കും.
ഇനി ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു നന്മയാണ്. കാരണം ഒരു തിന്മ ഒഴിവാക്കിയാലോ, ഉദ്ദേശിച്ച തിന്മ അവൻ ചെയ്തില്ല. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അത് ചെയ്താൽ ഒരു തിന്മ മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ എന്നാണ്. തഹജ്ജുദ് നമസ്കാരത്തിന് സ്ഥിരമായി നമസ്കരിക്കുന്ന ആളാണ്. നമസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ കിടന്നു, പക്ഷേ രാത്രി ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയ ആൾക്ക് ആ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ കൂലി ഉണ്ട് എന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കാരണം അവൻ്റെ ഉദ്ദേശം തഹജ്ജുദ് നമസ്കരിക്കണം എന്നായിരുന്നു. അവൻ്റെ ഉറക്ക് വരെ അവനൊരു കൂലിയായി ലഭിക്കുകയാണ്. മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അഹത്തസിബു നൗമത്തി കമാ അഹത്തസിബു ഖൗമത്തി. എൻ്റെ ഉണർച്ചയിൽ എൻ്റെ ഇബാദത്തുകളിൽ നിന്ന് ഞാൻ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഉറക്കിലും അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് വരാതെ മദീനയിൽ ഇരുന്ന ചില ആളുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. തബൂക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. വളരെ പ്രയാസകരമായ യുദ്ധമായിരുന്നു. യുദ്ധത്തിന് ആഗ്രഹിച്ചു കൊണ്ടുവന്ന് പക്ഷേ യുദ്ധസാമഗ്രികളും അതിനുള്ള സന്നാഹങ്ങളും ലഭിക്കാതെ തിരിച്ചുപോയ കുറേ ആളുകളുണ്ട്. അതുപോലെ വരണമെന്ന് ആഗ്രഹിച്ച് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാത്ത ആളുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ മാ സിർത്തും മസീറൻ വലാ ഖതഅത്തുൻ വാദിയൻ ഇല്ലാ കാനൂ മഅക്കും. മദീനയിൽ ചില ആളുകളുണ്ട്, നിങ്ങൾ ഓരോ താഴ്വരകൾ പിന്നിടുമ്പോഴും ഓരോ ദൂരം പിന്നിടുമ്പോഴും അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള പ്രതിഫലം അവർക്കുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഹബസഉമുൽ ഉദുറു, അവർക്ക് ചില ശറഈയായ കാരണങ്ങൾ കൊണ്ടാണ്, ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് അവരുടെ നല്ല നിയ്യത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി ഉണർത്തിയത്. അപ്പോൾ ഇത്തരം നല്ല നിയ്യത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തിൻ്റെ പാർശ്വഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ നിരന്തരമായ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ നിരന്തരമായി ചെയ്യുന്ന ഒരു സൽക്കർമ്മം, ഉദാഹരണം അനാഥകളെ സംരക്ഷിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നിരന്തരമായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അയാൾക്ക് രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് യാത്ര കൊണ്ടോ ആ പ്രവർത്തനം മുടങ്ങിപ്പോയാൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവന് പ്രതിഫലം ലഭിക്കും. ആ അമല് ചെയ്തതായി അള്ളാഹു പരിഗണിക്കുകയും അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ്. ഇതാ മരിലൽ അബ്ദു ഔ സാഫറ കുത്തിബലഹു മിഥലമാക്കാൻ യാമൽ മുഖീമൻ സാഹിഹാൻ. ഒരാൾ രോഗിയായി അല്ലെങ്കിൽ ഒരാൾ യാത്ര പോയി, എന്നാൽ കുത്തിബലഹു മിഥലമാക്കാൻ യാമൽ മുഖീമൻ സാഹിഹാൻ, അയാൾ ആരോഗ്യവാനായ അവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ നാട്ടിൽ ഉണ്ടാവുന്ന അവസ്ഥയിൽ അവൻ ചെയ്തിരുന്ന ആ പ്രവർത്തനങ്ങളുടെ കൂലി അയാൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നിയ്യത്ത് എന്നുള്ളത്, നിയ്യത്ത് എല്ലാ കർമ്മങ്ങളുടെയും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ, ജനങ്ങളിൽ നിന്ന് ഒരു അംഗീകാരം ആഗ്രഹിക്കാതെ, ജനങ്ങളുടെ കൈയടിക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാതെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമ്പോൾ അത് എത്ര ചെറിയ അമലായാലും ശരി, എത്ര വലിയ അമലായാലും ശരി. എന്നാൽ നല്ല അമലുകൾ നമ്മൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അതേമാതിരി പാവങ്ങളെ സഹായിക്കുന്നു, ഒക്കെ നല്ല നല്ല കർമ്മങ്ങളാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭൗതികമായി പോയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ, എല്ലാ അമലുകളും, പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോഴാവട്ടെ ആളുകളെ കാണിക്കണമെന്നൊരു ചിന്തയോടുകൂടി പോയാൽ അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കണമെന്ന ഉദ്ദേശത്തോട് പോകുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. അപ്പോൾ നമ്മുടെ അമലുകളുടെ നിയ്യത്ത് എപ്പോഴും നമ്മൾ നല്ല നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ അമൽ ചെയ്താൽ ആ പ്രീതിയും പൊരുത്തവും അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നല്ല നിയ്യത്തുകൾ കൊണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രഭാപൂരിതമാക്കുക. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ ഒരു ലക്ഷ്യവും ഉദ്ദേശവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. എന്നാൽ നമ്മുടെ അമലുകളെല്ലാം തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും. ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളോ എന്തെങ്കിലും അംഗീകാരങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നമുക്കുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ പ്രവർത്തനങ്ങളുടെ
പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നല്ല നിയ്യത്തുകളാൽ നയിക്കപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരിയുടെ പിടുത്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.